തൃപ്പൂണിത്തുറയിൽ കിടപ്പ് രോഗിയായ അച്ഛനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മക്കൾ കടന്നു. എരൂരിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന അജിത്തും കുടുംബവുമാണ് പിതാവിനെ ഒറ്റയ്ക്കാക്കി കടന്നു കളഞ്ഞത്. എന്തുപറ്റിയോ? വീണതാണോ ഇത്? എത്ര കാലമായി? മരട് നഗരസഭാ അധികൃതർ ഇടപെട്ട് പിതാവിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ നീക്കം. മക്കൾക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് നഗരസഭാ കൗൺസിലർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. പ്രദീപ്, ഈ വീട്ടുടമയുമായുള്ള തർക്കം മുതലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു കടന്നുകളയൽ മക്കൾ നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അച്ഛനോട് സംസാരിച്ചപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മധു, തൃപ്പൂണിത്തുറ എരൂർ ലേബർ ജംഗ്ഷന് സമീപം വടക്കേ വേമേതി എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ആർക്കും സങ്കടം നിറയ്ക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അച്ഛനെ ഉപേക്ഷിച്ച് മകൻ കടന്നു കളയുകയായിരുന്നു. കഴിഞ്ഞ 10 മാസം മുൻപാണ് അജിത്ത് എന്ന പേരിലുള്ള മകൻ ഈ വീട് വാടകയ്ക്ക് എടുത്തത്. ഏതാണ്ട് 4 മാസമായി വാടക മുടങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒഴിയണമെന്ന് വീട്ടുടമ ആവശ്യപ്പെട്ടിരുന്നു. പോലീസിൽ പരാതിയും കാര്യങ്ങളൊക്കെ എത്തുകയും ചെയ്തിരുന്നു. വീട് ഒഴിയാമെന്ന് മകൻ സമ്മതിച്ചിരുന്നു. എന്തായിരുന്നാലും മിനിയാന്ന് ഇയാൾ വീടൊഴിഞ്ഞു. പക്ഷേ മിനിയാന്ന് വീടൊഴിഞ്ഞു എങ്കിൽ തന്നെ മറ്റ് വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ടുപോയി. പക്ഷേ അച്ഛനെ മാത്രം അയാൾ കൊണ്ടുപോയില്ല. അതേസമയം ഇന്നലെ വീടൊഴിയുമെന്ന് മിനിയാന്ന് വീട് ഒഴിഞ്ഞതിന് ശേഷം അയാൾ പോലീസിൽ അറിയിക്കുകയും ചെയ്തു. അതേസമയം വീട്ടിൽ ഒരാളുണ്ട് എന്ന് അയൽക്കാർക്ക് സംശയം തോന്നി. അങ്ങനെ അയൽക്കാർ വന്ന് നോക്കിയപ്പോഴാണ് ശയ്യാവലംബിയായ ഈ അച്ഛനെ കാണുന്നത്. അദ്ദേഹം ഏതാണ്ട് തളർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. വീൽ ചെയർ അടുത്തുണ്ട്. മാത്രമല്ല സംസാരം ഒട്ടും വ്യക്തമല്ല. ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അയൽക്കാർ നൽകിയ കഞ്ഞിയും മറ്റും അടുത്തുണ്ടായിരുന്നു. എന്തായിരുന്നാലും തൃപ്പൂണിത്തുറ മരട് നഗരസഭ വൈസ് ചെയർമാൻ പ്രദീപ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് പാലിയേറ്റീവ് കെയർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തകർ അല്പസമയം മുൻപ് എത്തിയിട്ടുണ്ട്. അവർ അദ്ദേഹത്തെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. വൈകാതെ തന്നെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റും. അവിടെ പരിചരണവും ഒപ്പം ഭക്ഷണവും അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഉണ്ടാകുമല്ലോ. ഈ വീട്ടുടമയോ നാട്ടുകാരോ മകനെ ബന്ധപ്പെട്ടോ? എന്താണ് ലഭിച്ച പ്രതികരണം? പോലീസിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ മകൻ നൽകിയ മറുപടി എന്ന് പറയുന്നത് വേളാങ്കണ്ണിക്കുള്ള യാത്രയിലാണ്, തിരികെ വരുമ്പോൾ അച്ഛനെ ഏറ്റെടുത്ത് കൊള്ളാം എന്നതാണ്. അതേസമയം മകൻ വേളാങ്കണ്ണിയിലാണോ അതോ സമീപത്ത് തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത കൈവന്നിട്ടില്ല. എന്തായിരുന്നാലും മകനെതിരെ കേസെടുക്കുമെന്നാണ് തൃപ്പൂണിത്തുറ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അച്ഛനെ കടന്നുകളയുന്ന അല്ലെങ്കിൽ മാതാപിതാക്കളെതിരെ കേസെടുക്കാനാണ് തീരുമാനം. അതേസമയം വൈകാതെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകർ എത്തി അദ്ദേഹത്തെ വൃത്തിയാക്കി മറ്റുകൊണ്ടിരിക്കുന്നു. ഏറെ വൈകാതെ തന്നെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. 4 മാസത്തെ വാടകയാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തിരുന്നയാൾ കൊടുക്കാനുള്ളത്. ഒരുപക്ഷെ ആ വാടക ഇനി നൽകാതെ കടന്നു കളയുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം വീട്ടിൽ നിന്ന് മിനിയാന്ന് വാടക വീട് ഒഴിഞ്ഞിട്ടും ഇന്നലെ പോലീസിൽ വിളിച്ചറിയിക്കുന്നത് 2 ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞുകൊള്ളാമെന്നാണ്. അങ്ങനെ വീട്ടുടമയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. വാടക വീട് ഒഴിഞ്ഞില്ല എന്നുള്ള ധാരണയിലായിരുന്നു വീട്ടുടമ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അയൽക്കാർ അറിയിച്ചതനുസരിച്ച് വന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ശയ്യാവലംബിയായി ഇദ്ദേഹം ഒറ്റയ്ക്ക് കിടക്കുന്നത് കണ്ടത്. സ്വന്തം പേര് പോലും വ്യക്തമായി ഉച്ചരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. മുൻപ് പറഞ്ഞതുപോലെ ഏതാണ്ട് തളർന്ന അവസ്ഥയിലാണ്, നാക്കുകൾ കുഴയുന്നുണ്ട്. അങ്ങനെ അവസ്ഥയിൽ കഴിയുന്ന ഒരു അച്ഛനെയാണ് മകൻ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ പോലീസ് ഉൾപ്പെടെ സ്ഥലത്ത് എത്തിയിട്ടുമുണ്ട്. ആംബുലൻസ് എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ ശയ്യാവലംബിയായ അച്ഛനെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പൊ വേളാങ്കണ്ണി യാത്രയ്ക്കാണെങ്കിൽ വീട്ടിലെ മുഴുവൻ സാധനങ്ങളും എടുത്തിട്ടല്ലോ ആളുകൾ പോവുക. പോയിട്ട് വന്നിട്ട് അച്ഛനെ മാത്രം കൊണ്ടുപോകാം എന്ന് പറയുന്നത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കലാണ്. തീർച്ചയായും നമുക്കറിയാം, ഒരു യാത്ര പോകുമ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് പോകുന്നില്ല. പോലീസിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തൽക്കാലം രക്ഷപ്പെടുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു അടവ് മാത്രമായിരിക്കാം വേളാങ്കണ്ണി യാത്രയിലാണ് എന്നുള്ളത്. അതല്ലെങ്കിൽ മറ്റൊരു വാടക വീട്ടിലേക്ക് മാറിയതിനു ശേഷം ഇപ്പോൾ വേളാങ്കണ്ണിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് യാത്ര എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന കൊണ്ട് മാത്രം അതിലെ കുറ്റം ഇല്ലാതാകുന്നില്ല, അല്ലെങ്കിൽ മനസാക്ഷിക്കുത്ത് ഇല്ലാതാകുന്നില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം 3 ദിവസമായി ഒറ്റയ്ക്ക് നിലയിലാണ് അദ്ദേഹം. മരുന്നെടുത്ത് കൊടുക്കാൻ ആരുമില്ല. ഭക്ഷണം പോലും അയൽക്കാർ വെച്ച് നീട്ടുന്ന ഭക്ഷണം അല്ലെങ്കിൽ കഞ്ഞി മാത്രമാണ് അദ്ദേഹത്തിന്. അതും
തന്നെ വാരി കഴിക്കാൻ സാധിക്കുന്ന ഒരു ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിന് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാവും പോലീസ് കേസെടുക്കുക. എന്തായിരുന്നാലും അയൽക്കാരുടെ ശ്രദ്ധ പതിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരാൾ ശയ്യാവലംബിയായ ഒരാൾ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ കഴിയുന്നു എന്നുള്ള വിവരം പുറത്തുള്ള ആളുകൾ അറിഞ്ഞത്. അയൽക്കാരുടെ കാരുണ്യം കുറച്ച് നേരത്തേക്കെങ്കിലും അല്ലെങ്കിൽ 1-2 നേരത്തേക്കെങ്കിലും അദ്ദേഹത്തിന്റെ വിശപ്പ് അകറ്റുകയും ചെയ്തു. ഏറെ വൈകാതെ തന്നെ അദ്ദേഹത്തെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. നേരത്തെയും സമാനമായ സംഭവങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, സമീപകാലത്ത് സംസ്ഥാന സർക്കാർ പാസാക്കിയ വയോജന സംരക്ഷണ നിയമം അനുസരിച്ച് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കാൻ സാധിക്കും. സർക്കാർ ജീവനക്കാരായ മക്കളാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അവരുടെ ശമ്പളം ഉൾപ്പെടെ പിടിച്ച് ഈ മാതാപിതാക്കൾക്ക് നൽകാം. പെൻഷൻകാരാണ് ചെയ്യുന്നതെങ്കിൽ അതും പിടിക്കാം. നമുക്ക് തൃപ്പൂണിത്തുറ പോലീസ് സംഘമുണ്ട്. മാഡം, ഇവർക്കെതിരെ കേസെടുക്കാനാണ് തീരുമാനം? കേസെടുക്കാനാണ് തീരുമാനം. എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തുക? അത് അച്ഛനെ ഉപേക്ഷിച്ചു പോയതിനാണ്. പിന്നെ പ്രാഥമികമായിട്ട് സ്വന്തം കാര്യം പോലും നിർവഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഉള്ളത്. അതുകൂടാതെ തന്നെ ഭക്ഷണം മര്യാദയ്ക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിന്റെ എല്ലാ വകുപ്പുകളെല്ലാം ചേർത്തിട്ടാണ് കേസെടുക്കുക. അത് ഉപേക്ഷിച്ചു പോയതിനാണ് കേസെടുക്കുന്നത്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടന്നു എന്ന് തോന്നുന്നു അല്ലേ? കാരണം മിനിയാന്ന് മാറിയിട്ടും ഇന്നലെ മാറുമെന്ന് അറിയിച്ചു. അത് ഇത് വാടക വീടാണ്. അപ്പോൾ ഓണർ ഇവരോട് മാറാൻ വേണ്ടി കഴിഞ്ഞ മാസം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളും പറഞ്ഞു മാറരുത്, അദ്ദേഹത്തിന് അങ്ങനെ വേറെ ഒരു വീട് കൊണ്ടുപോയാൽ തന്നെയും അദ്ദേഹത്തിന് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളവിടെ നിൽക്കണം, സാധനങ്ങളും ഇല്ല. അച്ഛനെ മാത്രം ഉപേക്ഷിച്ചിട്ടാണ് അവർ സാധനങ്ങളെല്ലാം എടുത്തു. പക്ഷെ അച്ഛനെ മാത്രം എടുത്തു. അതുപോലെ വേളാങ്കണിക്ക് പോയതല്ല എന്ന് വെട്ടനോട്ടത്തിൽ മനസ്സിലാകും. വേളാങ്കണ്ണിക്കല്ല, അയാള് വാഗമണ്ണാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷെ ഒരാളോട് വേളാങ്കണ്ണി എന്ന് പറഞ്ഞു, പല സ്ഥലങ്ങളിലാണ് പറഞ്ഞത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകർ ഈ പ്രദേശത്തൊക്കെ വളരെ സജീവമാണ്. പക്ഷേ ഈ വീട്ടുകാർ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അവർ തമ്മിൽ എന്തോ തർക്കങ്ങളും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പെങ്ങന്മാർ കൊണ്ടുപോകും എന്നുള്ള ആൾക്കാണ് കഴിഞ്ഞ ദിവസം എന്നോട് ഇയാളെ എന്നെ വിളിച്ചു പറഞ്ഞത്. കാരണം ഈ വാടക ഒഴിയാത്തതിനെ സംബന്ധിച്ച് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്ത് പെങ്ങന്മാർ കൊണ്ടുപോകും അച്ഛനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരാഴ്ച ഇപ്പോൾ നീട്ടിക്കൊണ്ട് പോകണത്. ഇത്ര ദിവസം അവർ കൊണ്ടുപോയിട്ടില്ല. പെങ്ങന്മാരിടയ്ക്ക് വരും, ഒരു നല്ല ബന്ധത്തിലല്ല. പോലീസിന്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഇത് തുറന്ന് അച്ഛനെ കാണുകയൊക്കെ ചെയ്യുന്നത്. സഹകരണത്തിലല്ല ആ പ്രശ്നം. പ്രദീപ് ജോസഫ് തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. പ്രദീപ്, അതായത് എവിടെ വേണമെങ്കിലും ഉപേക്ഷിച്ചു പോകാൻ മനസ്ഥിതിയുള്ള ആളുകളുടെ കൂടെ ഇനി എത്ര കാലം ഇദ്ദേഹത്തിന് സുരക്ഷിതരായിരിക്കാൻ കഴിയും എന്നതൊരു ചോദ്യമാണ്. സർക്കാർ മന്ദിരങ്ങളിലേക്കോ അല്ലെങ്കിൽ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്കോ മറ്റോ മാറ്റേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടോ? മധു, അത്തരം കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. മാത്രമല്ല, സാമൂഹിക നീതി വകുപ്പിന് ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അടിയന്തരമായി ചെയ്യേണ്ടത് വാഹന സൗകര്യം ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് മാറ്റി അല്പം ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം പ്രത്യേകിച്ചും മകനെതിരെ കേസ് കൂടി എടുത്തിട്ടുള്ള സാഹചര്യത്തിൽ അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. മകൻ മാത്രമല്ല, ആ മകന് സഹോദരിമാർ, അതായത് ഇദ്ദേഹത്തിന് മറ്റ് പെൺമക്കളുമുണ്ട്. അവരിൽ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളാണ് ഈ ഒരു സാഹചര്യത്തിന് പിന്നിലെന്ന് നിസ്സംശയം േണ്ടതുണ്ട്. ഒപ്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ സാമൂഹിക നീതി വകുപ്പിന് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിവിധ നടപടികൾ എടുക്കാൻ സാധിക്കും. ഒപ്പം ശരി പ്രദീപ്, തീർച്ചയായും പരിഹരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും തൃപ്പൂണിത്തുറയിലാണ് പ്രായമായ ശയ്യാവലംബിയായ പിതാവിനെ ഉപേക്ഷിച്ച് മകനും കുടുംബവും കടന്നു കളഞ്ഞത്. പെൺമക്കൾ വന്ന് ഏറ്റെടുക്കും എന്ന വിശ്വാസത്തെ തുടർന്നാണ് പോയത് എന്നുള്ളതാണ് പോലീസിന് നൽകുന്ന വിശദീകരണം. പക്ഷേ അവിടെ നിന്ന് വീട് മാറി താമസിച്ച മകൻ പിന്നീട് ഒരു യാത്രയിലാണ് എന്നുള്ളതാണ് പോലീസിനോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മകനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തും എന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. പ്രദീപിലേക്ക് വീണ്ടും പോവുകയാണ്. പ്രദീപ്, ഇദ്ദേഹത്തിന്റെ ആരോഗ്യം എങ്ങനെയാണ്? ഏതാണ്ട് ഒരു ദിവസത്തോളം പൂർണ്ണമായി ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത, പ്രാഥമിക കൃത്യങ്ങൾ കിടന്ന അവസ്ഥയിൽ തന്നെ നിർവഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു വൃദ്ധനായ മനുഷ്യനാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഊർജ്ജസ്വലനായോ?
മധു, പ്രധാന കാര്യം അദ്ദേഹത്തിന് കൃത്യമായി സംസാരിക്കാൻ കഴിയുന്നില്ല. വാക്കുകൾ അങ്ങ് ഇഴഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വ്യക്തതയില്ലാതെ പോകുന്നു. ഒരുപക്ഷെ ഭാഗികമായി തളർന്ന ഒരവസ്ഥയിലാണ്, അതുകൊണ്ടായിരിക്കാം. കൂടാതെ മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ഒപ്പം ഭക്ഷണവും മരുന്നുമൊക്കെ സമയത്ത് കഴിക്കാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ പല കാര്യങ്ങളും അദ്ദേഹത്തോട് വളരെ ബുദ്ധിമുട്ടി ചോദിച്ചുവെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള വ്യക്തതയുമില്ല. സ്വന്തം പേര് പോലും ഉച്ചരിക്കാനാവാത്ത ഒരു സ്ഥിതിയിൽ എന്തൊക്കെയോ അവ്യക്തമായി അദ്ദേഹം പറയുന്നു. മാത്രമല്ല, സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലാകുന്നത് ഓർമ്മയ്ക്കും ചെറിയ തകരാറുണ്ടായിട്ടുണ്ട്. കാര്യം കൃത്യമായി ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അകത്ത് അവർ അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ വൃത്തിയാക്കി ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം പോലീസിൽ അറിയിച്ച, ഒപ്പം പാലിയേറ്റീവ് പ്രവർത്തകരെ അറിയിച്ച തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റാൻ ആവശ്യമായ കാര്യങ്ങൾ ആദ്യം ചെയ്ത നഗരസഭാ കൌൺസിലറും വൈസ് ചെയർമാനും കൂടിയായ പ്രദീപ് കുമാർ ഒപ്പമുണ്ട്. ഉടനെ വൈകാതെ ആശുപത്രിയിലേക്ക് മാറ്റും അല്ലേ? ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ തുടർന്ന് ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കും. മറ്റ് പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഞാനൊരു പ്രത്യേകമായ പരാതി ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട് താലൂക്ക് ആശുപത്രി. ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ എത്ര ദിവസം അങ്ങനെ താമസിപ്പിക്കാൻ കഴിയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അടുത്ത നടപടികൾ എന്താണ് സാധിക്കുന്ന കളക്ടർ വഴി തന്നെ അതിനകത്ത് ഇടപെടാനുള്ള നടപടികളിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ ഈ പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് ആരും അറിഞ്ഞില്ല അല്ലെ? ഇങ്ങനെ ഇദ്ദേഹം ഒരാളുണ്ട്. കാരണം ഇവർ വാടകയ്ക്ക് മാറി മാറി താമസിക്കുന്നവരായതുകൊണ്ട് കൃത്യമായ രജിസ്ട്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരാഴ്ച മുമ്പാണ് ഇങ്ങനൊരു പേഷ്യന്റ് ഉണ്ടെന്നുള്ളവരെ തന്നെ ഞാൻ തന്നെ അറിയുന്നത് ഒരാഴ്ച മുമ്പ്. അത് മകൻ വിളിച്ചിട്ട് 2 ദിവസത്തേക്ക് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ 2 ദിവസത്തേക്ക് കൂടി താമസിക്കാനുള്ള അവസരം കൊടുക്കണം എന്ന് പറഞ്ഞ് ഹൗസ് ഓണറോട് സംസാരിക്കാൻ പറഞ്ഞ് ഞാൻ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെങ്ങന്മാര് കൊണ്ടുപോകുന്നാണ്. പക്ഷെ ഇവിടെ പെങ്ങന്മാർ വരുമ്പോൾ കേട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ പോലീസ് അടക്കമുള്ള ഒരു സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ഒരു തർക്കമായിരിക്കും. തർക്കത്തിന്റെ അതിന് ആവശ്യമായ നടപടികൾ നിയമപരമായുള്ളതും സ്വീകരിക്കും, സാന്ത്വനപരമായിട്ടുള്ളതും സ്വീകരിക്കും. സാന്ത്വനപരമായുള്ളത് സ്വീകരിച്ചു കഴിഞ്ഞല്ലേ? വളരെ പെട്ടെന്ന് തന്നെ താങ്കൾ ഉൾപ്പെടെ ശരി, എന്തായാലും നിസ്സഹായനായ ഒരു മനുഷ്യജീവി അവിടെ ഒരു വീട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി അദ്ദേഹത്തിന് പ്രാഥമികമായ പരിചരണം നൽകുന്നതിനും അധികൃതരെ അറിയിക്കുന്നതിനുമൊക്കെ നാട്ടുകാർ സ്വീകരിച്ച ഒരു നിലപാടിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. വലിയ തോതിൽ ഇപ്പോൾ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. മകനെ കണ്ടെത്തുക, കേസെടുക്കുക, ഈ വൃദ്ധനായ മനുഷ്യന് ആരോഗ്യപരമായ കരുതൽ ശുശ്രൂഷ നൽകുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അധികൃതർ നീങ്ങുകയാണ്.